പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ പ്രഭാതം കാണുവാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും കാണുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. 103-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ 6-ാം വാക്യം വരെ നാം വായിക്കുമ്പോൾ 6 പ്രധാന കാര്യങ്ങൾ ദൈവം നമുക്ക് ആരാകുന്നു എന്ന് സങ്കീർത്തക്കാരോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ആരാകുന്നു എന്ന് നമുക്ക് ബോധ്യമായെങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് അധികമായി സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നാം ദൈവത്തെ മറക്കുവാനും ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുവാനുള്ള കാരണം എന്താണ് എന്നറിയാമോ ദൈവമക്കളെ? ദൈവം ആരാണെന്ന് വ്യക്തമായി പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തവരാണ്. ഇവിടെ 103-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തക്കാരൻ പറയുന്നു, ഹു ഈസ് അവർ ഗാഡ്? ദൈവം നമ്മുടെ ആരാണ്? ഒന്ന്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാപിയായ മനുഷ്യന്റെ പാപത്തെ മോചിപ്പിച്ച് നൽകുവാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്, നമ്മുടെ ദൈവമാണ്. കർമാചാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല പാപം. നേർച്ച കാഴ്ച കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല പാപം. പാപപരിഹാരം യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്. യേശുക്രിസ്തുവിന്റെ മരണത്താലാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാലാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. ആകയാൽ യേശുക്രിസ്തു ആരാണ് എന്ന് നാം മനസ്സിലാക്കണം. പാപമോചനം നൽകുന്നവനാണ്. അതിനായി നമ്മൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയോ വലിയ നേർച്ച കാഴ്ചകൾ കഴിക്കുകയോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയുക. നിങ്ങളുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുക. ദൈവത്തോട് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകും. അപ്പോൾ ദൈവം ആരാണ്? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകുന്നവനാണ്. എന്തൊക്കെ കുറവുണ്ടോ അതൊക്കെ കർത്താവിനോട് ഏറ്റുപറ. ഇന്ന് പകൽ വേളയിൽ ദൈവം നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും. രണ്ടാമത് അതിന്റെ അടുത്ത വാക്യം പറയുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദൈവം നല്ലൊരു ഡോക്ടർ. ഹീസ് എ ഗുഡ് ഡോക്ടർ. ദൈവം നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു വൈദ്യനാണ്. ഇന്ന് ഭൂമിയിലുള്ള വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത മാരകമായ പ്രതികൂലത്തിന്റെ രോഗത്തിന്റെ അണുക്കളെ കണ്ടുപിടിച്ച് നമുക്ക് വേണ്ടി സൗഖ്യം നൽകുവാൻ കഴിയുന്നത് യേശു കർത്താവിന് മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ചില പ്രിയപ്പെട്ടവരൊക്കെ പലവിധമായ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ പുറമെ പറയുവാൻ പോലും കഴിയാത്ത നിലയിൽ നിങ്ങൾ വേദന കൊണ്ട് പൊളയുന്നവരാകാം. പക്ഷെ നിങ്ങളുടെ സകല രോഗങ്ങൾക്കും സൗഖ്യം നൽകുവാൻ ഇന്ന് പകൽക്കാലം യേശു മതിയായവനാണ്. ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് മനസ്സിന്റെ രോഗമാണ്. മനസ്സിന്റെ താളപ്പിഴകൾ തെറ്റുക, മനസ്സിന്റെ നിയന്ത്രണം വിടുക, അതൊരു വലിയ രോഗമാണ്. അത് വൈദ്യശാസ്ത്രത്തിന് ഏതൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് നമ്മൾ പോയാൽ അവരതിന് പറഞ്ഞു തരുന്ന പരിഹാര വഴി ഒക്കെ എന്ന് പറയുന്നത് അത് നമുക്കൊന്നും അതിനൊരു ശാശ്വത പരിഹാരമല്ല. എന്നാൽ വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതുവിധ രോഗമായിരുന്നാലും ദൈവം അതിന് സൗഖ്യം നൽകും. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ താൻ തൊട്ടവർക്കും തന്നെ തൊട്ടവർക്കും ഒക്കെ സൗഖ്യം ലഭിക്കുകയുണ്ടായി. ഇന്നും കർത്താവ് ദൈവം ചെയ്യുന്നത് അത് തന്നെയാണ്. തന്നെ വിശ്വസിക്കുന്നവർ, വിശ്വസിച്ചുകൊണ്ട് തന്നോട് യാചിക്കുന്നവരുടെ സകല രോഗങ്ങൾക്കും സൗഖ്യം നൽകുന്നവരാണ് കർത്താവ്. സകല വേദനകൾക്കും കർത്താവ് സൗഖ്യം നൽകുന്ന ദൈവമാണ്. ആകയാൽ യേശു കർത്താവ് രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്. മൂന്നാമത് അവിടെ പറയുന്നു, അവൻ നിന്നെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. സങ്കീർത്തനക്കാരൻ ഒരു ഭാഗത്ത് പറയുന്ന നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. ഒരു കാല് ഉയർത്തുമ്പോൾ അടുത്ത കാല് താണു പോകുന്നു. എങ്ങും നിൽക്കാൻ പറ്റുന്നില്ല. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വിടുവിക്കാൻ പലരും ശ്രമിച്ചു. മദ്യപാനിയായവൻ പല റീഹബിലിറ്റേഷൻ സെന്ററിലൊക്കെ പോയി പല മരുന്നുകൾ കഴിച്ചു. മദ്യപാനം നിൽക്കുന്നില്ല. മോശമായ മ്ലേച്ഛതകൾ ചെയ്ത് നടക്കുന്നവൻ, അതിന്നും മോചനം കിട്ടുന്നില്ല. നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുമ്പോൾ യേശു കർത്താവ് ആരാണ്? ചങ്കിലെ ചോര തന്ന്, പ്രിയ സഹോദര, നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. നിന്റെ ജീവനെ രക്ഷിക്കുന്നവനാ. മത്സര സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ലോകം തരാത്തത് ദൈവം നൽകും. നമ്മുടെ ജീവന്റെ മേൽ അധികാരമുള്ളവൻ ദൈവമാണ്. ഇയ്യോബിനെ പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ പിശാചിനോട് ദൈവം പറഞ്ഞ ഒറ്റ വാക്യത, അവന്റെ ശരീരത്തെയോ എന്തോ വേണമെങ്കിലും നീ തൊട്ടു, പക്ഷെ അവനെ ജീവനെ തൊടാൻ നിന്നെ അനുവദിക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ ജീവനെ പരിപാലിക്കുന്ന ദൈവം
ഈ നല്ലൊരു പ്രഭാതം കാണുവാൻ ദൈവം സഹായിച്ചില്ലേ? എല്ലാത്തിനേക്കാൾ അധികമായി നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ദൈവം. സ്തോത്രം. ദൈവം നിന്റെ ജീവനെ സംരക്ഷിക്കുന്ന ദൈവമാണ്. അടുത്ത പറയുന്നു, കരുണ, ദയയും കാരുണ്യം നിന്നെ അണിയിക്കുന്ന ദൈവം. നമ്മളോട് ദയ കാണിക്കുന്ന ദൈവം, കരുണ കാണിക്കുന്ന ദൈവം. പിന്നീട് പറയുന്നത്, വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. എവിടെയാ നമുക്ക് തൃപ്തി? ഏതെങ്കിലും കാര്യങ്ങളിൽ നിന്നൊരു തൃപ്തി ഉണ്ടോ? അല്ലേ? വാങ്ങിയിട്ടും തൃപ്തി വരുന്നില്ല. ധരിച്ചിട്ടും തൃപ്തി വരുന്നില്ല. കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. ഒന്നിലും തൃപ്തിയില്ലാത്ത ഒരനുഭവമാണ്. പക്ഷെ യേശു കർത്താവ് നിനക്ക് സകലവും തൃപ്തി തരും. ആ തൃപ്തി നൽകുന്ന, അല്ലെങ്കിൽ നിനക്ക് ആശ്വാസം നൽകുന്ന, നിനക്ക് വേണ്ടതെല്ലാം തന്നെ നിന്നെ സമൃദ്ധിയായി പോറ്റുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത്? കടഭാരമാണോ? കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ? അവരുടെ വിവാഹമാണോ? അവരുടെ പഠനമാണോ? അല്ലെങ്കിൽ കുടുംബത്തിന്റെ ചില പ്രശ്നങ്ങളാണോ? ശാരീരിക പ്രശ്നമാണോ? മനസ്സിന്റെ പ്രശ്നമാണോ? എന്തു തന്നെയായിരുന്നാലും അതിന്മേലൊക്കെ നമുക്ക് സംരക്ഷണം നൽകുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവസാനമായി പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. നമുക്ക് വേണ്ടി ആര് ന്യായം നടത്തും? പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രയാസം വന്നാൽ നമുക്ക് വേണ്ടി സംസാരിപ്പാൻ ആരാ ഉള്ളത്? നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിക്കുന്നവരും ഒക്കെ സമയമാകുമ്പോൾ നമ്മളെ വിട്ടിട്ട് പോകും. നമുക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയുവാൻ ആരും കാണുകയില്ല. പക്ഷെ യേശു കർത്താവ് നമുക്ക് വേണ്ടി ന്യായം നടത്തുന്ന ദൈവമാണ്. നല്ല ശമരിയാക്കാരന്റെ കഥ പഠിപ്പിക്കുമ്പോൾ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് രണ്ടു കൂട്ടർ മാറിപ്പോയി. പക്ഷെ മൂന്നാമത് വന്ന നല്ല ശമരിയാക്കാരന് വിട്ടിട്ട് പോകാൻ മനസ്സ് തോന്നിയില്ല. അവനാണ് യഥാർത്ഥ ക്രിസ്തു. സ്തോത്രം. നമ്മെ കണ്ടവർ എത്രയോ വഴിമാറിപ്പോയില്ലേ? നമ്മുടെ സാഹചര്യം കണ്ടിട്ടൊക്കെ അവർ നമ്മളെ വിട്ടിട്ട് അവർ ഓടിപ്പോയില്ലേ? പക്ഷെ മരണത്തിന് വിട്ടുകൊടുക്കാതെ വേണം തന്റെ ജീവനെ നമുക്ക് വേണ്ടി ഊറ്റി നൽകി, പകർന്നു നൽകി, നമ്മെ ചങ്കിനോട് ചേർത്ത് പിടിച്ച് ഇന്നും നമ്മെ ദൈവത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ മഹാകരുണയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ ദൈവം ആരാണെന്ന് നീ ഒന്ന് തിരിച്ചറിയ. ഈ ദൈവം നിനക്ക് വേണ്ടതെല്ലാം നൽകുവാൻ ശക്തനാ. ഒറ്റ വാക്ക്, ഈ ദൈവത്തോട് മാത്രം നീ പ്രാർത്ഥിക്കുക. മറ്റൊരുത്തലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒറ്റ നാമമേ ഉള്ളൂ. അത് യേശു കർത്താവിന്റെ നാമമാണ്. ആ നാമത്തിൽ പാടുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിക്കുക. നിന്റെ സകല പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകും. ആകയാൽ ഈ വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. ദൈവം നിനക്ക് വേണ്ടി ന്യായം നടത്തും. ആരൊക്കെ കടന്നു പോയാലും ഈ ഭൂമിയിലുള്ള ഒരു ജഡ്ജിയോ അതേ വക്കീലോ ഒന്നും നമുക്ക് വേണ്ട. സ്തോത്രം. ദൈവം നമുക്ക് ന്യായാധിപനായുണ്ട്. നമുക്ക് വേണ്ടി നീതി നടത്തുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്കിരുന്ന് നിലവിളിക്കാം, പ്രാർത്ഥിക്കാം. സർവകൃപാലുവായ ദൈവം ഈ വചനങ്ങളാൽ ഈ പകൽ വേളയിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.